പിന്നെ സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, ഫൈറ്റൊക്കെ കൊള്ളാം, ബീജിയം അത്ര കുഴപ്പമില്ല. പെർഫോമൻസ് മമ്മൂക്കിൻ്റെ പെർഫോമൻസ് കൊള്ളാം, ചേസൊക്കെ ഉണ്ട്, നല്ല കൊള്ളായിരുന്നു, നല്ല സിനിമയായിരുന്നു. ചേസും ഫൈറ്റ് സീൻസ് എല്ലാം അടിപൊളിയായിരുന്നു, നല്ല ഇമേഴ്സീവ് ആയിരുന്നു, സൗണ്ട് മിക്സിംഗ് എല്ലാം പക്കായിരുന്നു, നല്ല ഡയറക്ഷൻ, നല്ല ഫിലിം. അതിന് മാത്രമില്ല, മിക്സ്ഡ് ഒപ്പീനിയൻസ് വെൽ റെസ്പെക്റ്റഡ് ആണ്, ഓരോരുത്തരുടെ ഒപ്പീനിയൻസ് ആണ്, മിക്സ്ഡ് ഒപ്പീനിയൻസ് ആണ്. എനിക്ക് എന്തായാലും ഇഷ്ടം. അല്ലല്ല, മോശമായിട്ട് എനിക്ക് തോന്നിയില്ല, കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. മമ്മൂട്ടി മാസ് മാസ് മമ്മൂട്ടി മാത്രമേ ഉള്ളൂ. നല്ല ഫിലിമാണ്, ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഫൈറ്റ് ഒക്കെ നൈസാണ്, നല്ലതാണ്, രസമുണ്ട്, മമ്മൂട്ടി രസമുണ്ട്. ദിവസം കൊണ്ട് ഈ സിനിമയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര നെഗറ്റീവാണ്. അപ്പൊ അതിന് മാത്രം നെഗറ്റീവ് തകർക്കാനായിട്ട് ഭയങ്കര ഹൈപ്പ് പറയാൻ മാത്രമില്ല, എന്നാലും നല്ല സിനിമയാണ്. മമ്മൂക്കയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? മമ്മൂക്ക നന്നായി പണിയെടുത്തിട്ടുണ്ട്, അതിലൊന്നും പറയാനില്ല. ഫൈറ്റും ബിജിഎം ഒക്കെ എങ്ങനെയുണ്ട്? ബിജിഎം വില്ലന്റെ കൊള്ളാം, മമ്മൂക്കയുടെ കുറച്ചുകൂടെ നല്ല ആക്കായിരുന്നു. രാജ്വി ഷെട്ടിയെ കുറിച്ച് എന്താണ് പറയുക? അതെ, ഉണ്ട് ഉണ്ട്. പുള്ളിയുടെ ബീജവും കൊള്ളായിരുന്നു, പക്ഷെ ബാക്കിയുള്ള ബീജം ഒന്നും വർക്കൗട്ട് ആയില്ല. ആയിക്കോട്ടെ, മമ്മൂട്ടിയായിരുന്നു, മമ്മൂട്ടിയാണുള്ള വേറെ എന്താണ് പറയാനുള്ളത്? നൈസായിരുന്നു. ബീജം കുറച്ച് ഇതായിരുന്നു, പക്ഷെ വില്ലൻ അടിപൊളിയായിരുന്നു. മമ്മൂക്ക എങ്ങനെയുണ്ട്? മമ്മൂക്ക കുഴപ്പമില്ല, കൊള്ളാം. എന്താണ് ഈ സിനിമയെ എടുത്തു പറയാനായിട്ടുണ്ടോ? എടുത്തു പറയാൻ പടത്തിന്റെ സെക്കൻഡ് ഹാഫ് തന്നെയാണ്. സെക്കൻഡ് ഹാഫ് കിട്ടില്ല, ഫസ്റ്റ് ഹാഫ് ചെറിയ ലാഗ് ഉണ്ട്, പക്ഷെ സെക്കൻഡ് ഹാഫ് കിട്ടില്ല. ടെർബോ അല്ലേ? ടെർബോ കൊള്ളാം, സൂപ്പർ പടമാണ്. പടത്തില് മേക്കിങ്, അതുപോലെ തന്നെ ഫൈറ്റ്, പിന്നെ ഓവറോൾ എല്ലാ ആർട്ടിസ്റ്റും നല്ലപോലെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഓവറോൾ പടം സൂപ്പറാണ്. മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ഒരു പടം വരുമ്പോൾ തന്നെ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്, ആ ക്വാളിറ്റി പീസ് നല്ലപോലെ മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അബ്സല്യൂട്ട്ലി മമ്മൂക്ക ആണെങ്കിലും ഫൈറ്റ് സീക്വൻസ് എല്ലാം അടിപൊളിയായിരുന്നു. അതിനെപ്പറ്റി ഇപ്പോഴത്തെ ഒരുപാട് നമ്മുടെ റിവ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, അവർ അവരുടേതായ റിവ്യൂ പറയുന്നു, എനിക്ക് എൻ്റെതായ പേഴ്സണൽ റിവ്യൂ ഉണ്ടല്ലോ, അവർക്ക് അവരുടെ പേഴ്സണൽ റിവ്യൂ ആണ് പറയുന്നത്. സോ ഈ പടത്തിനെ ഡിഗ്രേഡിങ് ഒന്നും ബാധിക്കില്ല, കാരണം ഒരു സിനിമ എന്ന് പറയുമ്പം ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണല്ലോ. സോ അവരവരുടേതായ റിവ്യൂ പറയുന്നു, ജനങ്ങൾ സിനിമ ഏറ്റെടുത്തു. നന്നായിട്ട് കേട്ടിട്ടുണ്ട്. ടെർബോ അടിപൊളി പടം, നല്ല കിടിലൻ പടം, എന്തായാലും ഒന്ന് കണ്ടേക്കാരൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളി, നമ്മൾ പ്രതീക്ഷിച്ച് കിടന്ന ഒരു പടമാണ്, അടിപൊളിയായിട്ടുള്ള നല്ല മാസമാണ്. മമ്മൂക്ക പൊളി, എങ്ങനെ അടിപൊളി, എല്ലാരും അടിപൊളിയാണ്. ഒന്നും പറയില്ല, സെറ്റ് ഇഷ്ടപ്പെട്ടല്ല, ഇഷ്ടപ്പെട്ടു. മമ്മൂട്ടി ഇല്ലേ ആള്. ഇഷ്ടപ്പെട്ട കാര്യങ്ങള് മേക്കിങ്, പിന്നെ മമ്മൂട്ടി ഫാനാണ്, സോ ഓബിയസ്ലി കുറെ നാൾക്ക് ശേഷം പുള്ളിയുടെ ഇങ്ങനത്തെ ഒരു സിനിമ കണ്ടതിൽ അതാണ് സിനിമയെ ഒന്ന് എലിവേറ്റ് ചെയ്യുന്നത്. ലൈക്ക് ആ ഒരു സ്റ്റോറി കാര്യങ്ങളൊക്കെ ടെംപ്ലേറ്റ് ആണ്, നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്, പക്ഷേ അത് നമുക്ക് തോന്നത്തില്ല, ഈ പടം കണ്ടോണ്ടിരിക്കുമ്പോൾ തോന്നത്തില്ല. പുള്ളി ഇങ്ങനെ വേറെ ഇൻഡസ്ട്രിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇത്രയും പ്രാധാന്യമുള്ള റോള് കൊടുത്തില്ലായിരുന്നെങ്കിൽ മോശമായി പോയതിനെ. സോ നന്നായിരുന്നു പടം, കൊള്ളാം, വെറും കിടില, എല്ലാവരും കാണണം അത്. പിന്നെ ബിജിഎം പൊളിയാണ്, ഫൈറ്റ് സീൻസ് വെറും കിടിലാണ്, പിന്നെ എന്താ പറയുക, എൻഡിങ് കൊള്ളാം, വില്ലനും ഫീറയും എല്ലാം കൊള്ളാം. പടം എല്ലാവരും കാണണമെന്നുണ്ട്. പടം കൊള്ളാം, ആക്ച്വലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനാണെങ്കിൽ ഫസ്റ്റ് ദിവസം ബുക്ക് ചെയ്തായിരുന്നു, പക്ഷേ അന്ന് എനിക്കൊരു അത്യാവശ്യം ഉള്ളതുകൊണ്ട് കയറാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഫ്രണ്ട്സിന് കൊടുത്തായിരുന്നു ടിക്കറ്റ്, 3 ടിക്കറ്റ് എടുത്തതായിരുന്നു. അപ്പോൾ ഒന്നിനും കയറാൻ പറ്റുന്ന ഫ്രണ്ട്സിന് കൊടുത്തു, അങ്ങനെ ഒന്നാണ് ഇന്ന് കണ്ടത്. പടം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി എന്താ പറയുക, ഇത് എന്താ പറയുക, ഈ ഓവർ ലോജിക്കും കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കാതെ നമുക്ക് എന്താ പറയുക, ഒരു 2-2.5 മണിക്കൂർ നല്ല എൻഗേജിങ് ആയിട്ട് കാണാൻ പറ്റിയൊരു സിനിമ. അതായത് എന്താ പറയുക, സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ കിടക്കുമ്പോൾ പിന്നെ ഫൈറ്റാണ് ഫുള്ള്. ആക്ച്വലി ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഈ രാജ്ബി ഷെട്ടി മമ്മൂക്ക ആ കോംബോ വരുമ്പോൾ രാജ്ബി ഷെട്ടി എത്രത്തോളം പിടിച്ച് നിൽക്കുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷേ പുള്ളി അത്യാവശ്യം ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോട്ടലി കൊള്ളാം, മമ്മൂക്കയും കൊള്ളാം, രാജ്ബി ഷെട്ടി കൊള്ളാം, പിന്നെ ബിന്ദു പണിക്കരും കൊള്ളാം. ബിന്ദു പണിക്കരുടെ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ക്യാരക്ടറാണ്, അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഔട്ടായിട്ടുണ്ട്. നല്ല പടമാണ്.